മരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഒന്ന് കൈവന്തിക്കൂ. മരിക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കൈവന്തിക്കൂ. ഓക്കെ, ആർക്കാണോ മരിക്കാൻ ഇഷ്ടമുള്ളത് അവരെ കാണാനാണ് അള്ളാഹുവിനിഷ്ടം. മരണത്തെ ഇഷ്ടപ്പെടുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഹുബ്ബുൽ മൗത്ത് എന്നത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ വലുപ്പച്ചെറുപ്പമനുസരിച്ച് ആ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രണനിയെക്കുറിച്ച് മേസിയാദ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കുറിച്ചൊരു വർത്തമാനം പറയുന്നുണ്ട്. സ്വദാഖ ബിദൂനി തലാഖ് എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സൗഹൃദം. അവർ തമ്മിലുള്ള സൗഹൃദത്തിന് കാഴ്ചയില്ല, അവർ രണ്ടുപേരും കണ്ടിട്ടില്ല. ഇന്ന് ഓൺലൈനിൽ നിർവഹിക്കുന്ന പ്രണയം പോലെ. ഒരു ദിവസം അവർ രണ്ടുപേരും കാണാൻ ഒരു സമയം നിശ്ചയിക്കുകയും കാണാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഖലീൽ ജിബ്രാൻ പറയുന്നത്, എൻ്റെ മനസ്സിലൊരു മേസിയാദയുണ്ട്. ആ മേസിയാദയാകാൻ നിങ്ങളാകുന്ന മേസിയാദക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത് എന്നാണ്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷേ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. ആ അള്ളാഹുവുമായി നമുക്ക് കാണാനും കണക്റ്റ് ചെയ്യാനും എപ്പോഴാണ് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രാത്രി 10 മണി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്കൊരു കോള് വരും. നിങ്ങളെവിടെ എത്തി എന്ന് ചോദിക്കും. നമ്മളെ കാണാനുള്ള കൊതിയോ നമ്മളെ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന ആശങ്കയോ ആണ് ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത്. അഥവാ ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സന്താനങ്ങൾ മാതാപിതാക്കളെയും തിരിച്ചും അകലുന്നതിനനുസരിച്ച് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്നതല്ല, കണ്ടുകൊണ്ടേയിരിക്കണം എന്നതാണ് മനസ്സിൻ്റെ ആഗ്രഹം. പ്രസവിച്ച പെണ്ണ് തൻ്റെ കുഞ്ഞിനെയൊന്ന് കാണാൻ വേണ്ടി എത്രയാണ് കൊതിക്കുന്നത് എന്ന് പെണ്ണുങ്ങൾക്കറിയാം. അത് കയ്യിൽ ലഭിക്കുകയും ശരീരത്തിൻ്റെ ചൂടിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുമ്പോഴാണ് ദീർഘമായ ത്യാഗത്തിൻ്റെ സമാധാനവും സന്തോഷവും അതിലേറെ ആഹ്ലാദവും ഞാനൊരുമ്മയാണ് എന്ന അംഗീകാരവും ഉണ്ടാകുന്നത്. എൻ്റെ റബ്ബിനെയൊന്ന് കാണാൻ, എന്നെ ഇതുവരെ പടച്ചു പരിപാലിക്കുന്ന പടച്ചവനെ ഒന്ന് കണ്ടുമുട്ടാൻ എപ്പോഴാണ് നമുക്ക് കഴിയുക എന്ന ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരം, നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ മരിക്കാൻ ആഗ്രഹമുള്ളത്, മരിക്കാൻ ഇഷ്ടമുള്ളത്, അപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ആരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, ആ ആളുകളെ കണ്ടുമുട്ടണം എന്ന് അള്ളാഹുവിനും ഇഷ്ടമുണ്ടാകും. അള്ളാഹുവിനെ കാണുക എന്നത് സ്വർഗത്തിലെ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഫീഹി സിയാദ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ആ പടച്ചവനെ ഒന്ന് കാണണം, അതിന് സ്വർഗത്തിലേക്ക് പോകണം. അളവറ്റ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ അനുഭവിക്കാനും കഴിയണം. അതിന് ഏറ്റവും പ്രധാനമാണ് നാം അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ വിമർശിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. നിങ്ങൾക്കെന്താണ് പറ്റിയത്? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി.
നിങ്ങൾ അള്ളാഹുവിന് നൽകേണ്ട ഹക്ക് നൽകുന്നില്ല. 2-3 സ്ഥലങ്ങളിലാണ് ആ പദം ഖുർആനിൽ വന്നിട്ടുള്ളത്. ഹഖ ജിഹാദിഹി, ഹഖ തിലാവത്തിഹി. അതുപോലെ വന്നൊരു ഭാഗമാണ് ഹഖ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. നിങ്ങൾ അള്ളാഹുവിനെ കാണേണ്ടതുപോലെ, കണക്കാക്കേണ്ടതുപോലെ അള്ളാഹുവിനുള്ളതെന്താണോ അത് നിങ്ങൾ നിർവഹിച്ചിട്ടില്ല. ആ നിർവഹണമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഒരു A4 സൈസ് പേപ്പർ എടുത്ത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഞാൻ അറിയുന്ന അള്ളാഹു എന്ന ഹെഡിങ് എഴുതി അതിൻ്റെ താഴെയൊന്ന് എഴുതി നോക്കുക. എല്ലാം കഴിയുന്നവനാണ് പടച്ചവൻ എന്നും പടച്ചവൻ്റെ കുറേ വിശേഷണങ്ങളും മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുന്നുള്ളൂ. അത് അള്ളാഹുവിനെ കണക്കാക്കേണ്ടതൊരു കണക്ക് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പടച്ചവനുമായി കണക്റ്റ് ചെയ്യുന്നതിന് അള്ളാഹുവിന് നൽകേണ്ട ഒരു കണക്ക്, അള്ളാഹുവിന് നൽകേണ്ട ഒരു ഓഹരി സത്യവിശ്വാസി എന്ന നിലക്ക് എൻ്റെ പങ്കിൽ വരണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിനെ എതിർത്തിട്ടുണ്ട്. മനുഷ്യനോട് ചോദിക്കുകയാണ് ഖുർആൻ, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, നിന്റെ അത്യുദാരനായ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത്, ഗ്രഹിക്കുന്നിടത്ത്, അറിയുന്നിടത്ത് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? അള്ളാഹുവിനെ അറിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏകദൈവാരാധന പഠിപ്പിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത് അള്ളാഹു ആരാണ് എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ അള്ളാഹുവുമായി കണക്ട് ചെയ്യണം. അള്ളാഹുവുമായി കണക്ട് ചെയ്യണമെങ്കിൽ അള്ളാഹുവിനെ അറിയണം. എന്താണ് നിന്നെ വഞ്ചിച്ച് കളഞ്ഞത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. നൂറ്റാണ്ടുകൾ വിശദീകരിച്ചാലും തീരാത്ത 3 ആശയപ്രപഞ്ചമാണ് ഇതിലുള്ളത്. അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനാണവൻ. ഏതോ ഒരു സ്ഥലത്ത് 2 പേർ തമ്മിൽ ഇണചേരുകയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞാനെന്ന വ്യക്തി ജനിക്കുകയും ചെയ്യുന്നു. ആ ജനനത്തിൻ്റെ പ്രക്രിയക്ക് ഇടയിൽ എത്രമേൽ അത്യത്ഭുതകരമായ സംവിധാനങ്ങളാണ് നടക്കുന്നത്, വിശദീകരിക്കുന്നില്ല. നിന്റെ ശരീരത്തിൽ ഓരോ ചലനങ്ങളും നിന്റേതല്ല, നിനക്ക് നിയന്ത്രിക്കാനും കഴിയില്ല. അവിടെയൊക്കെ നിന്നെ സൃഷ്ടിച്ചവനാണവൻ. അല്ലദീ ഖലഖക, സൃഷ്ടിക്കുക മാത്രമല്ല, ഫസവ്വാക, നിന്നെ ശരിപ്പെടുത്തുകയും ചെയ്തു. പ്രസവിച്ച കുഞ്ഞ് ഡിസാബിലിറ്റി ഉള്ളതാണ് എന്നറിഞ്ഞാൽ ഉപ്പയുടെയും ഉമ്മയുടെയും മനോഗതം എന്താണ്? അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 1-2 ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ഈ ഹാളിൽ ഞാനടക്കം പ്രകടമായ ഒരു ന്യൂനതയുമില്ലാതെയാണ് ഈ ദുനിയാവിലേക്ക് അള്ളാഹു ജന്മം നൽകിയത്, ജനിക്കാൻ അവസരം നൽകിയത്. ഫസവ്വാക, നിന്നെ ശരിപ്പെടുത്തിയവനാണവൻ. നിന്റെ ചുണ്ടിൻ്റെ നിറം എന്താകണമെന്ന് നീ ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചവനാണവൻ. നിന്റെ മുടിയുടെ നീളം എത്രമാകണം എന്നത് നിനക്ക് മുമ്പേ തീരുമാനിച്ചവനാണവൻ. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ കൈവഴികളിലും അത് തന്നെയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സുലാമ, മനുഷ്യന്റെ ശരീരത്തിനകത്തുള്ള കോടാനുകോടി ക്രോമസോമുകൾ, ആ ക്രോമസോമിൻ്റെയും അതിനപ്പുറത്തുള്ള നാഡീ തന്തുക്കളുടെയും ഓരോ ഭാഗമെടുത്ത് പരിശോധിച്ച് നോക്ക്. മുകളിലേക്ക് വലിച്ച ശ്വാസം തിരിച്ചു പോകണ്ടെന്ന് പടച്ചവൻ തീരുമാനിച്ചാൽ പിന്നെ എൻ്റെ പേര് മയ്യിത്ത് എന്നാണ്. മിടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയം ഇനി മിടിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചാൽ എൻ്റെ പേര് മയ്യിത്ത് എന്നാണ്. അല്ലദീ ഖലഖക ഫസവ്വാക,
നിന്നെ ശരിപ്പെടുത്തിയവനാണവൻ. ഫഅദലക് എന്നു മാത്രമല്ല, ശരിപ്പെടുത്തുകയും വളരെ കൃത്യമായ രീതിയിൽ പാകപ്പെടുത്തുകയും ചെയ്തു. ലോകത്തിലെ ഏതെങ്കിലും ഒരാളുടെ മകനോ മകളോ ആയി ജനിക്കണമെന്ന് ആഗ്രഹിച്ചാലും നീ ഇങ്ങനെയായിരിക്കണം എന്നത് പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. സഹോദരങ്ങളെ, എന്താണ് ആ റബ്ബിനെ കുറിച്ചറിയാൻ നമ്മൾ വൈകിപ്പോകുന്നത്? അബൂദാബിയിലെ ആക്സിഡന്റിൽ 4 മക്കളും ബന്ധുക്കളും നഷ്ടപ്പെട്ട് ഇനി ആര് എന്നറിയാതെ മയ്യത്തു നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ മനുഷ്യൻ, തൻ്റെ മുമ്പിലുള്ളത് 4 മയ്യത്താണ്. ആ മനുഷ്യനെ കൊണ്ട് പടച്ചവൻ പറയിപ്പിച്ചു, അൽഹംദുലില്ലാ എന്ന് നീ പറയണം. മയ്യത്ത് നമസ്കാരത്തിൻ്റെ ആദ്യ വാക്ക് അൽഹംദുലില്ലാ എന്നാണ്. 13ഓളം വരുന്ന ആളുകൾ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരുമായി ചൂരൽ മലയിൽ നിന്ന് ഒലിച്ചു പോയപ്പോൾ അവരെയെല്ലാം നോക്കി ഒറ്റയ്ക്ക് നെടുവീർപ്പിട്ട ആ സഹോദരൻ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചപ്പോഴും പറയണം അൽഹംദുലില്ലാ. അതാണ് ഫഅദലക്, നിന്നെ ശരിപ്പെടുത്തിയവനാണ് പടച്ചവൻ. എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ മന്ത്രിക്കുന്ന, കയ്യിൽ പിടിച്ച മൊബൈൽ ഫോണിലേക്ക് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കരുത് എന്ന് കരുതിയ ഒരു മരണവാർത്ത വരുമ്പോൾ ഞാൻ അല്ലാഹുവിനുള്ളതാണ് എന്ന് പറയുന്നതോടൊപ്പം അവരെ കണ്ടുമുട്ടി നമസ്കാരം നിർവഹിക്കുന്നത് വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ റകഅത്തുകളിലും ഒരു ദിവസം 17 തവണ എന്നെ കൊണ്ട് പടച്ചവൻ പറയിപ്പിക്കും അൽഹംദുലില്ലാ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ അല്ലാഹുവിനറിയണം. ആരാണ് പടച്ചവനെന്നറിയാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും അതിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ ഗ്രഹിക്കുക സാധ്യമല്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. ആ പടച്ചവന് നീ അനുവദിച്ചു കൊടുക്കേണ്ടതായ ഒരു ഗാംഭീര്യമുണ്ട്, ഒരു മഹത്വമുണ്ട്. ആ ഗാംഭീര്യവും മഹത്വവും എന്താണ് നിനക്ക് നൽകാൻ കഴിയാത്തത്, പ്രതീക്ഷിക്കാൻ കഴിയാത്തത്? നമ്മുടെ കയ്യിൽ നിന്ന് 1000 രൂപ നഷ്ടപ്പെടുന്നതാണോ വലുത്? അതല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഒരു ദിവസം, ഓർമ്മയില്ലാതെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതാണോ? എൻ്റെ ശരീരത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും ഓരോ ഘട്ടങ്ങളിലും വന്ന അഴുക്കുകൾ രാവിലെ നേരം പുലർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കാൻ 10 മിനിറ്റ് നേരമെങ്കിലും ഞാൻ എൻ്റെ ശൗചാലയത്തിൽ, ടോയ്ലറ്റിൽ പ്രവേശിക്കും. ആ 10 മിനിറ്റ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നതാണ് വിഷയം. ഒന്നുകൂടി ഇറങ്ങിച്ചെന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും ടോയ്ലറ്റിലിരിക്കുന്ന സമയം പോലും പടച്ചവന് കൊടുക്കേണ്ട വഖാറ് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്നെയും നിങ്ങളെയും എന്ത് പേര് ചൊല്ലി വിളിക്കണം? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറ. അങ്ങനെ പടച്ചവനിൽ വിശ്വാസമർപ്പിക്കുകയും ശരിയായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, അവൻ വിശ്വാസിയാകുക മാത്രമല്ല സത്യസന്ധനായ വിശ്വാസിയാകാൻ അവന് കഴിയണം. വിശുദ്ധ ഖുർആൻ ഇതാണ് പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂന. ശരിയായ സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലദീന ആമനു, വിശ്വസിക്കുന്നവരാണ്. അവിടെ വേണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ടിക്കിടാം. ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും. സുമ്മലം യർത്താബു, പിന്നെ എനിക്കൊരു സംശയവും ഇല്ല. അവിടെ നേരത്തെ ഇട്ട ടിക്ക് പോലെ വീഴുന്നില്ല. ഞാൻ ധരിക്കുന്ന വസ്ത്രം പുരുഷൻ ധരിച്ച ജീൻസും പാൻറ്റും ഷർട്ടുമാകാൻ പാടില്ലെന്നത് എൻ്റെ മതത്തിൻ്റെ തിരിച്ചറിവാണ്. ആൺകുട്ടിയായ ഞാൻ ധരിക്കേണ്ടത് പെൺകുട്ടികൾ ധരിക്കുന്നത് പോലെയുള്ള പാവാട പാൻ്റാകാൻ പാടില്ല എന്നത് എൻ്റെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് അഖ്വം, ഏറ്റവും ശരിയായത്. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുകയും ആ തിരിച്ചറിവിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം സുമ്മലം യർത്താബു, എന്തൊക്കെയോ ചില സംശയങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിനക്കുണ്ട് എന്നാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ കൈവഴികളിലും ലോകാന്ത്യം വരെയുള്ള മനുഷ്യ മഹാസഞ്ചയങ്ങൾക്കിടയിൽ നിന്നെ ഏറ്റവും സുന്ദരനായി എഴുന്നു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൗഢമായ ഫാഷനുകൾ നിനക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് നിന്റെ റബ്ബാണ്. നിന്റെ റബ്ബാണ്. ഈ ആകാശ ലോകത്തിലെ
അണ്ടകടാഹത്തിലെ അത്യത്ഭുതകരമായ ഘടനാവിന്യാസങ്ങളിലൂടെ കളർഫുള്ളായി ഈ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ നിന്റെ റബ്ബിന് നീ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലെന്ന് വന്നാൽ അതിന്റെ അർത്ഥം സുമ്മലം യർത്താബു എന്നതിൽ തെറ്റിയിട്ടുണ്ട് എന്നാണ്. എനിക്ക് സംശയം വരുന്നു അവിടെ. എൻ്റെ ചുണ്ടിൻ്റെ നിറം പടച്ചവൻ എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് എനിക്ക് ഭൂമിയിലേക്ക് പ്രസവിച്ചപ്പോ എനിക്ക് നൽകിയ നിറമായിരിക്കണം തുടരേണ്ടത് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് പടച്ചവന്റെ തിരിച്ചറിവ്, പടച്ചവനെ കുറിച്ച് തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് സുമ്മലം യർത്താബുവിൽ സംശയമുണ്ടാകുന്നത്. കണക്ട് ചെയ്യാൻ കഴിയില്ല പടച്ചവനുമായി. സുമ്മലം യർത്താബു, ഞാനൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല, എന്താ പറഞ്ഞിട്ട് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ റേഷൻ കാർഡിൽ പിതാവ് മാതാവ് എന്ന് എഴുതിയവർ മാത്രമാണ് എന്നതാണ് എൻ്റെ പക്ഷം. അവരെ തിരിച്ചു ക്രമീകരിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികൾ എന്നതല്ല, മറിച്ച് ആ സത്യവിശ്വാസികളിൽ സത്യസന്ധരായിട്ടുള്ള ആളുകൾ ആര് എന്നതാണ്. വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അങ്ങനെ ശരിയായ തിരിച്ചറിവ് നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവും അവന്റെ സമർപ്പണത്തിന്റെ വഴിയിലാണ്. സമ്പത്തും സന്താനങ്ങളും അവൻ സമർപ്പിക്കും. അവന്റെ കയ്യിലുള്ളത് എന്തോ അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ സമർപ്പിക്കും. ഉലൈക, അവരാണ് യഥാർത്ഥത്തിൽ സത്യസന്ധരായിട്ടുള്ള ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധരായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഉണ്ടാകേണ്ട ഒന്ന്, പടച്ചവനെ ഞാൻ മനസ്സിലാക്കുന്നുവെങ്കിൽ നിശ്ചയം എനിക്ക് പടച്ചവൻ ഒരു വഴി നൽകും. ദീർഘിപ്പിക്കുന്നില്ല. വല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ. എന്തേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ബോധ്യം നമ്മുടെ ശരീരത്തിനകത്തേക്ക്, ജീവിതത്തിനകത്തേക്ക് കയറി വരാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മാലകുല്ലാ തർജൂന ലില്ലാഹി വഖാറ. പടച്ചതമ്പുരാൻ അർഹമായിട്ടുള്ള ഗാംഭീര്യത്തെ വകവെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ ആത്മബന്ധം, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ രക്ഷാധികാരിയാണ് പടച്ചതമ്പുരാൻ. രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ നൽകുന്നവൻ എന്നർത്ഥം. ജീവിതത്തിന്റെ ഏതേതു പ്രയാസങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലും നിങ്ങളെ താങ്ങും തണലുമായി കരുതി സൂക്ഷിച്ച് ഘട്ടം ഘട്ടമായി നിങ്ങളെ വളർത്തിയെടുത്ത് നിങ്ങൾക്ക് ആവശ്യമാകുന്നത് നൽകിയും നൽകാതെയും നിങ്ങളെ വളർത്തി വലുതാക്കി മരിപ്പിച്ച് പുനർജീവനം നൽകി സ്വർഗപ്രവേശനം നൽകുന്നവന്റെ പേരാണ് റബ്ബ് എന്നത്. അത്ര ദീർഘമായ ആശയ ഗാംഭീര്യത ഉൾക്കൊള്ളുന്ന പദമാണ് റബ്ബ്. ആ റബ്ബ് യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ. ജീവിതത്തിന്റെ എന്ത് ഇരുട്ടുകൾ എനിക്ക് ബാധിക്കാനുണ്ടോ ആ ഇരുട്ടുകളിൽ നിന്നെല്ലാം തന്നെ എന്നെ രക്ഷപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ, അല്ലാഹ് എന്നൊരു വികാരം മനസ്സിലേക്ക് കയറിയാൽ, പിന്നെ ഈ പ്രപഞ്ചത്തിൽ ആ പടച്ചവനെ കാണാനുള്ള ഇഷ്ടമേ ലഭിക്കൂ. വിശുദ്ധ ഖുർആൻ അതാണല്ലോ പറഞ്ഞത്, അമീന, നിർഭയത്വമുണ്ടാകുന്നു പടച്ചവനെ കുറിച്ച്. മിൻ ലിഖാഇല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന വിഷയത്തിൽ എനിക്കൊരു അസ്വസ്ഥതയുമില്ല. അതാണ് ഹബ്ബുൽ മൗത്ത്. ഹബ്ബുൽ മൗത്തിനെതിരാണ് കറാഹിയത്തുൽ മൗത്ത്. കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള മനസ്സിന്റെ അതൃപ്തിയും അരോചകത്വവും. ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. ജിഹാദിന്റെ പ്രഖ്യാപനം നിർവഹിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭരണത്തിന്റെയോ ഇസ്ലാമിക സംവിധാനത്തിന്റെയോ കീഴിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ നമ്മളോട് ജിഹാദിനെ ഇറങ്ങി പുറപ്പെടണം ആരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർ ഇതിന് തയ്യാറാകും? ദീർഘമായ കാലയളവ് വിദേശത്ത് താമസിച്ച് തിരിച്ചു വരുന്ന ഉപ്പയെ കാണാൻ, മോനെ മോളെ നിങ്ങൾ കരിപ്പൂരിലേക്ക് വരുമോ എന്ന് ഉപ്പ ചോദിച്ചാൽ, വൈ നോട്ട്, എന്തുകൊണ്ട് വരൂല? ഞാൻ വരും. ഉപ്പാനെ കാണാൻ ഞാൻ വരും. കാരണം ഉപ്പയുമായി അത്ര ബന്ധമുണ്ട്. അള്ളാഹു നമ്മെ വിളിച്ചിട്ട് നമുക്കെന്തേ പോകാൻ കഴിയാത്തത്? അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അള്ളാഹു നമ്മെ വിളിച്ചിട്ട് നമുക്കെന്തേ കണക്ട് ചെയ്യാൻ കഴിയാത്തത്? എൻ്റെ ഉപ്പയെ അറിയുന്ന പോലെ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല എന്നാണോ? എൻ്റെ ജീവിതത്തെ അറിയുന്നത് പോലെ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല എന്നാണോ? എങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ അംനു മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർഭയത്വം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ നിർഭയത്വം നമുക്ക് ലഭിക്കാൻ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. പ്രിയപ്പെട്ടവരെ, ഈ ഹാളിൽ എത്തിച്ചേർന്നിട്ടുള്ള എന്നെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു,
അള്ളാഹു എന്നെ വഴി കാണിക്കും എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒന്നും പേടിക്കാനില്ല. വമൻ യത്തഖില്ല, യഥായോചിതമായ മാർഗത്തിലൂടെ പടച്ച തമ്പുരാനെ ഭയപ്പെട്ടു പോയാൽ യജ്അൽ ലഹു മഖ്റജൻ, അവൻ നമുക്കൊരു വഴി കാണിച്ചു തരും. എൻ്റെ രോഗങ്ങൾ എനിക്ക് പ്രശ്നമല്ല, എനിക്ക് പടച്ചവനൊരു വഴി കാണിച്ചു തരും. എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ എനിക്കൊരു പ്രശ്നമല്ല, അല്ലാഹ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മക്കളെ നേർവഴിയിലേക്ക് നടക്കണമെന്ന് മനസ്സ് കൊതിക്കുകയും ആഗ്രഹിക്കുകയും അതനുസരിച്ച് കൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പടച്ചവരെതിരാകുമെന്നാണോ വിശ്വാസം? എനിക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചുകൊണ്ട് നിർത്തേണമേ എന്ന് രാത്രി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ പടച്ചവൻ നിൽക്കില്ല എന്നാണോ? പരീക്ഷണം എന്ന നിലക്ക് ഒരു പക്ഷേ നമുക്ക് പരീക്ഷണമായി വരാം സന്താനങ്ങൾ. പക്ഷേ ഞാൻ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ജീവിതത്തിന്റെ യാതനകളിലും വേദനകളിലും യാമം മുറിയാതെ പടച്ചവനോട് ഖുർറത്ത അയ്യുനിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന്റെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും നമുക്ക് കിട്ടാതെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? വമയ്യത്തഖില്ല, ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ജഅൽ ലഹു മഖ്റജ, അവനൊരു വഴി പടച്ചവൻ കാണിച്ചു കൊടുക്കും. 60 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ലെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു സഹോദരൻ, ഒരു ISM-കാരൻ വൈദ്യശാസ്ത്രത്തിന്റെ അത്യത്ഭുതകരമായിട്ടുള്ള ചികിത്സാക്രമങ്ങൾ കൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, ജീവിതത്തിലേക്കുള്ള തിരിച്ചറിവ് അവർ നേടുന്നു. വമയ്യത്തഖില്ല, അല്ലാഹുവിന്റെ തഖ്വയോടുകൂടി മുന്നോട്ട് പോയാൽ യജ്അൽ ലഹു മഖ്റജ, തീർച്ചയായും പടച്ച തമ്പുരാൻ നമ്മെ ഒരു വഴിയിലേക്ക് നടത്തുക തന്നെ ചെയ്യും. അതിന് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ആവശ്യമുള്ളത് ആ പടച്ചവനെ നമ്മൾ കാണുന്നത് പോലെ. പടച്ചവൻ നമ്മെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് പടച്ചവനെ കാണാൻ കഴിയുന്നില്ല. ആ ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇഹ്സാൻ എന്നത് ഈമാനിൻ്റെയും ഭാഗമാണ്. ഇഹ്സാൻ. പരീക്ഷാ ഹാളിൽ അധ്യാപകൻ വന്ന് പരീക്ഷയ്ക്ക് നോട്ടുകളൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ വരാം, അരമണിക്കൂർ കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞാൽ ആ പരീക്ഷാ ഹാളിൽ എന്ത് സംഭവിക്കും? ആ പരീക്ഷാ ഹാളിൽ ഒരു ക്യാമറ വെച്ചാൽ ആ അധ്യാപകന്റെ സാന്നിധ്യം അവിടെ വേണ്ട. കമ്മീഷണറെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പടച്ചവനെ പേടിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത്. അതാണ് ഇഹ്സാൻ. അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യം. ആ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യം ജീവിതത്തിലേക്ക് കൈവരുന്നതിന് വേണ്ടിയിട്ടുള്ള, അഥവാ പടച്ചവനുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, നന്മയിലേക്ക് പോകാനും തിന്മയിൽ നിന്ന് മാറാനും നമുക്ക് കഴിയണം. ഇത്തഖില്ല എന്ന് പറയുമ്പോൾ ഇന്നി അഖാഫുല്ലാ എന്ന് പറഞ്ഞ് പിന്മാറിയതുപോലെ റോമാ പേർഷ്യ സാമ്രാജ്യങ്ങളെ കിടുകിട വിറപ്പിച്ചിട്ടുള്ള സർവ്വസൈന്യാധിപരായിട്ടുള്ള ആളുകൾ, ആ സർവ്വസൈന്യാധിപരായിട്ടുള്ള ആളുകളെ തടവറയിലാക്കിയതിന് ശേഷം എന്താണ് അവർ വിജയിക്കാനുള്ള കാരണം എന്നന്വേഷിക്കുമ്പോൾ കുറേ സ്ത്രീകളെ ഒറ്റയിട്ട ഒരു റൂമിലേക്ക് കുറേ സ്ത്രീകളെയും പറഞ്ഞയച്ചു. പക്ഷേ ആ സ്ത്രീകൾ അവരോട് മറുപടി പറഞ്ഞത്, ഇത് മാലാഖമാരാണ്, അവർ ഞങ്ങളെ നോക്കുന്നില്ല എന്നാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വികാരം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ ഒരു ഇടപാട് നടത്താൻ അന്വേഷിച്ച ഒരു പെൺകുട്ടി, അയാൾ പറഞ്ഞു, എൻ്റെ ആഗ്രഹം നീ പൂർത്തീകരിച്ചാൽ പണം കടം തരാം. അതിനുള്ള ഒരുക്കങ്ങൾ നിർവഹിക്കവേ ആ കുട്ടി പറയുന്നു, ആ പെണ്ണ് പറയുന്നു, ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം. ഈ ഒരൊറ്റ വാക്കാണ് ഇറാനിലെയും വിവിധ രാജ്യങ്ങളിലും പതിക്കുന്ന പാട്രിയറ്റ് അയൺ ടോബ് മിസൈലുകളെക്കാൾ പ്രഹരശേഷിയുള്ള വാക്ക്. ഇത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ വാക്ക് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ തറക്കണമെങ്കിൽ അല്ലാഹ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ പറയും, ഇന്നി അഖാഫുല്ലാ, ഞാൻ പടച്ച തമ്പുരാനെ പേടിക്കുന്നുണ്ട് എന്നത്. ആ ഭയത്തിന് ഏറ്റവും അനിവാര്യമായി ഉള്ള ഒന്ന് ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയണം, പഠിക്കണം. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലൂടെയെങ്കിലും കണ്ണോടിച്ചു പോകാൻ കഴിയണം. 2,
സ്വലാത്ത് നമസ്കാരമാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ ഏറ്റവും നല്ലത്. 3 വിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധം പാലിക്കുക എന്നതാണ്. 2 പ്രാർത്ഥനാനിർഭരമായ ജീവിതം വഴിയാണ് പടച്ചവനുമായി ഒരാൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. 3 എൻ്റെ പിതാമഹൻ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ വസിയത്തിൽ ഒരു ഭാഗം എഴുതി വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈ ദുനിയാവിൽ കൂടുതൽ സമ്പാദിക്കാൻ എനിക്ക് സാധ്യമായിട്ടില്ല എന്നത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള മഹാ അനുഗ്രഹമായി മനസ്സിലാക്കുന്നത് മക്കൾക്ക് നന്നു എന്നാണ്. അള്ളാഹ് ദുനിയാവിൽ ഒന്നും തന്നില്ല എന്നത് പടച്ചവൻ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി റഹ്മത്തായി നൽകിയതാണ് എന്നത്. എപ്പോഴാണോ ജീവിതത്തിൽ ഭൗതിക വിഭവ ഐശ്വര്യങ്ങൾ കൂടുതൽ വരുന്നത്, അപ്പോൾ സഹാബികൾ പടച്ചവൻ എന്നെ കൈവിടുന്നുണ്ടോ എന്ന് ആശങ്കിച്ചിരുന്നു. ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ എപ്പോഴാണോ ശക്തിയാകി നമ്മളിലേക്ക് കടന്നു വരുന്നത്, അപ്പോഴാണ് പടച്ചവന് കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നത് എന്നതാണ് അവർ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് മൻ അഹബ്ബ ഖൗമൻ ഇബ്തലാഹുമുല്ലാഹ്, ഏതെങ്കിലും ഒരു സമൂഹത്തെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ സമൂഹത്തെ പടച്ചവൻ പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കും. ജീവിതം പമ്പരം കറങ്ങുന്നത് പോലെ കറക്കിയെടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത വിധത്തിൽ നിസ്സഹായതയുടെ കുഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നുവെങ്കിൽ അതിന് അർത്ഥം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. അങ്ങനെ കൂടെയുണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് ശുക്ർ ഉണ്ടായിത്തീരുന്നത്. 3-ാമത്തേത് ശുക്റാണ്. 4-ാമത്തേത് ദഅവത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രബോധനമാണ്. ചെന്നൈയിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ജില്ലക്കാരനായ ഒരു സുഹൃത്തിനോട് ഉമ്മ പറഞ്ഞു, ഈ പരിഭാഷ കൂടി കൊണ്ടുപോയിക്കോ, അവിടെ ചിലപ്പോൾ QLS ഒന്നും ഉണ്ടാവില്ല. അവനത് കൊണ്ടുപോയി വായിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവൻ്റെ റൂമിൽ അവനോടൊപ്പം തന്നെ താമസിക്കുന്ന ഒരു അമുസ്ലിം സുഹൃത്തും അവൻ കാണാതെ ആ ഖുർആൻ എടുത്തു വായിച്ചു. ഇസ്ലാമിൻ്റെ മാധുര്യം രുചിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ആ സുഹൃത്തിന് അതിലേക്ക് വഴി കൊടുത്തത്. നോക്കൂ, ഖുർആനുമായുള്ള ആത്മബന്ധം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് നൽകിയ വെളിച്ചം എത്ര വലുതാണ് എന്നത്. ആ വലുപ്പമുള്ള വെളിച്ചം നൽകുന്നതിന് ദഅവത്ത് എൻ്റെ മഹലിലും എൻ്റെ ഉത്തരവാദിത്വത്തിലും എൻ്റെ പരിചയത്തിലും എൻ്റെ ചുറ്റുഭാഗങ്ങളിലും ഉള്ള ആളുകളിലേക്ക് ഞാൻ മനസ്സിലാക്കിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഓർമ്മകൾ ഞാൻ പങ്കുവെച്ചിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. എൻ്റെ വീട്ടിലെ സൽക്കാരത്തിനും കല്യാണത്തിനും ക്ഷണിക്കുന്നത് പോലെ പരലോകമാകുന്ന സ്വർഗമാകുന്ന ജീവിതത്തിൻ്റെ സൽക്കാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിചയമുള്ളവരെ, അപരിചിതരെ ക്ഷണിക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് ദഅവത്ത് പൂർണ്ണമാകുന്നത്. 4-ാമത്തേത് ദഅവത്താണ്. 5-ാമത്തേത് തവക്കുലാണ്, സ്വബറാണ്. 6-ാമത്തേത് നിഷിദ്ധമായത് വെടിയുക, സത്യമായത് ചെയ്യുക എന്നതാണ്. 7-ാമത്തേത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗം അതെൻ്റെ ജീവിതത്തിൻ്റെ കൾച്ചറായി, സംസ്കാരമായി നാം സ്വീകരിക്കുക എന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിനെ അറിയാതെ ഈ ദുനിയാവിൽ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ എത്ര നേരത്തെ, എത്ര പെട്ടെന്ന് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ നാം ശ്രമിക്കുന്നുവോ അത്ര നമ്മളോട് ഏറ്റവും അടുത്ത് പടച്ച തമ്പുരാൻ വരികയും നമുക്ക് കൈത്താങ്ങായി അള്ളാഹു ഉണ്ടായിത്തീരുകയും ചെയ്യും. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, അറിഞ്ഞു മനസ്സിലാക്കി കൃത്യമായ അർത്ഥത്തിൽ നാം പടച്ചവനിൽ വരമേൽപ്പിച്ചാൽ എല്ലാത്തിനും മതിയായവനായി, ഫഹുവ ഹസ്ബുഹു, അവൻ മതിയായവനാണ്. കൈ നീട്ടുന്ന സമയത്ത് ഉപ്പയും ഉമ്മയും എത്രമേൽ അകലത്തിലാണെങ്കിലും പറക്കമെത്താത്ത പൈതൽ പോലെയുള്ള ചെറിയ കുഞ്ഞ് മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാറിലേക്ക് കണയുന്നത്, വന്ന് ചാടുന്നത് ഉപ്പയെയും ഉമ്മയും ചതിക്കുകയില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. കൈനീട്ടിയാൽ കുട്ടി ചാടുന്നത് ഉപ്പയും ഉമ്മയും എന്നെ ചതിക്കുകയില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്, എന്നെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്, എന്നെ കഷ്ടപ്പെടുത്തുകയില്ല എന്ന വിശ്വാസം കൊണ്ടാണ്. പ്രതീക്ഷയാണ് അവർക്ക് ഏറ്റവും ശക്തമായി നൽകുന്നത്. മറ്റാര് കൈനീട്ടിയാലും അവരറിയാത്തത് കൊണ്ട് ഈ കുഞ്ഞ് അവരുടെ മാറിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു പോവുകയില്ല. അറിയുമ്പോഴാണ് നമുക്ക് അവലംബിക്കാൻ കഴിയുന്നത്. പടച്ചവനെ അറിയുമ്പോഴാണ് ജീവിതത്തെ നമുക്ക് അവലംബിക്കാൻ കഴിയുന്നത്. ആ അവലംബമാണ്
കണക്ട് ടു അല്ലാ എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.